ആദരണീയനായ പ്രിൻസിപ്പാൾ ഫാദർ ജോബി വർഗീസ്, വൈസ് പ്രിൻസിപ്പൽമാരായ ഫാദർ നോയൽ, ഫാദർ ജിറ്റോ, ബ്രദർ ചന്തു, അധ്യാപകരെ, അനധ്യാപകരെ, എന്റെ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സുപ്രഭാതം. ജീവിതത്തിലെ യഥാർത്ഥ സമ്പത്ത് നമ്മോടൊപ്പമുള്ളവർ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ക്ലാസ് 6ബിയിലെ വിദ്യാർത്ഥികളായ ഞങ്ങൾ ഇന്നത്തെ അസംബ്ലി അവതരിപ്പിക്കാൻ പോകുന്നത്. ഓരോ ദിവസവും ഒരു പുതിയ ആരംഭമാണ്, പുതിയ പ്രതീക്ഷകളും പുതിയ അവസരങ്ങളുമാണ്. ഇന്ന് ഈ മനോഹരമായ പ്രഭാതത്തിൽ നമ്മെ നമ്മിലേക്ക് നയിക്കണമെന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഈ ദിനം ആരംഭിക്കാം. പ്രാർത്ഥനാ ഗീതം ആരംഭിക്കുന്നതിനായി നമ്മുടെ സ്കൂളിലെ ഗായക സംഘത്തെ ക്ഷണിക്കുന്നു. വിശുദ്ധ പത്രോസ് ഒന്നാം ലേഖനം 3-ാം അധ്യായം 3 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ബാഹ്യമോടികളായ പിന്യമോടിയോ സ്വർണ്ണാഭരണമോ വിശിഷ്ട വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വരരത്നം അണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവവചനമാണ് നാം കേട്ടത്. നല്ല ചിന്തകൾ നല്ല പ്രവർത്തികളെ പ്രേരിപ്പിക്കുന്നു. ചെറിയ ചിന്തകളിലൂടെ വലിയ സിദ്ധാന്തങ്ങൾ മനസ്സിലാക്കുന്നു. ഇന്നത്തെ ചിന്താ വിഷയം പങ്കുവെക്കുന്നതിനായി ആദിവാസിനെ ക്ഷണിക്കുന്നു. സ്നേഹം, കരുണ, മനസ്സിലാക്കൽ ഇവയാണ് ജീവിതത്തിന്റെ യഥാർത്ഥ നിധികൾ. ഞാൻ ആവർത്തിക്കുന്നു, സ്നേഹം, കരുണ, മനസ്സിലാക്കൽ ഇവയാണ് ജീവിതത്തിന്റെ യഥാർത്ഥ നിധികൾ. നന്ദി. കൂട്ടുകാരെ, പ്രിയപ്പെട്ടവരുടെ സ്നേഹമാണ് നമ്മുടെ യഥാർത്ഥ സമ്പത്ത്. അവരെ കരുതുമ്പോൾ നമ്മുടെ ജീവിതം സന്തോഷപൂർണവും സമ്പന്നവുമാകുന്നു. സ്വർണവും വജ്രവും വെള്ളിയും ഒക്കെ ഇല്ലാതെ നമുക്ക് ജീവിക്കാം, പക്ഷേ സ്നേഹത്തിന്റെ തണലില്ലാതെ ജീവിക്കാനാവില്ല. പണവും സ്ഥാനവും മറഞ്ഞു പോകും. നമ്മോടൊപ്പം ഉള്ളവർ മാത്രമേ ജീവിതത്തെ സമ്പന്നമാക്കൂ. ഒരു കുഞ്ഞ് നടക്കാൻ പഠിക്കുമ്പോൾ അവൻ വീഴുമ്പോൾ അമ്മയുടെ കൈ അവനെ പിടിച്ചു നിർത്തുന്നു. ആ കരുതലാണ് അവന്റെ ആദ്യ സമ്പത്ത്. ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പഠനമുണ്ട്, തൊഴിലുണ്ട്, സ്വപ്നങ്ങളുണ്ട്. പക്ഷേ ഇവയെല്ലാം അർത്ഥവത്താകുന്നത് നമ്മോടൊപ്പമുള്ള ആളുകളാൽ മാത്രമാണ്. മനുഷ്യബന്ധങ്ങൾ നഷ്ടപ്പെട്ടാൽ അതിനെ തിരിച്ചെടുക്കാൻ കഴിയില്ല. മനുഷ്യൻ സമ്പന്നനാകുന്നത് പണത്താലല്ല, ഹൃദയത്തിലെ സ്നേഹത്താലാണ്. മികച്ച മാർക്ക്, മികച്ച ജോലി, നല്ല വീട്, നല്ല വാഹനം ഇതെല്ലാം നേടാൻ നാം അധ്വാനിക്കുന്നു. പക്ഷേ ഈ യാത്രയിൽ നാം പലപ്പോഴും മറക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. അത് എന്താണെന്നാൽ ജീവിതത്തിലെ യഥാർത്ഥ സമ്പത്ത് നമ്മോടൊപ്പം ഉള്ളവരാണ്. നമ്മുടെ ജീവിതം ഒരുപാട് ബന്ധങ്ങളാൽ ചുറ്റപ്പെട്ടതാണ്. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ സമ്പത്ത് ആരെല്ലാമാണെന്ന് നിങ്ങൾക്കറിയാമോ? ഒന്നാമതായി നമ്മുടെ മാതാപിതാക്കൾ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ മാതാപിതാക്കളാണ്. നമ്മൾ വീഴുമ്പോൾ താങ്ങുന്ന കരങ്ങൾ, വിജയിക്കുമ്പോൾ അഭിമാനത്തോടെ കണ്ണീർ പൊഴിക്കുന്ന കണ്ണുകൾ, അതാണ് മാതാപിതാക്കൾ. അവരുടെ സ്നേഹം ഒരിക്കലും പകരം വയ്ക്കാനാവില്ല. മാതാപിതാക്കളെ മാനിക്കുക, സ്നേഹിക്കുക, അവരോടൊപ്പം ചിലവഴിക്കുന്ന ഓരോ നിമിഷവും വിലമതിക്കുക. രണ്ടാമതായി നമ്മുടെ സഹോദരങ്ങൾ. സഹോദരങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അടുത്ത സ്നേഹബന്ധങ്ങളാണ്. അവർ നമ്മോടൊപ്പം വളരുന്നു, നമ്മോടൊപ്പം ചിരിക്കുന്നു, ചിലപ്പോൾ വഴക്കിടുന്നു. പക്ഷേ അതിലൊക്കെ നിറഞ്ഞിരിക്കുന്നത് സ്നേഹമാണ്. അവരുടെ സ്നേഹവും കരുതലും നമ്മെ ജീവിതത്തിൽ കരുത്തുറ്റവരാക്കുന്നു. മൂന്നാമതായി നമ്മുടെ അധ്യാപകർ. നമ്മുടെ അധ്യാപകർ വെറും പാഠങ്ങൾ മാത്രമല്ല പഠിപ്പിക്കുന്നത്, നമ്മെ ജീവിത പാഠങ്ങളും പഠിപ്പിക്കുന്നു. നമ്മൾ വീഴുമ്പോൾ വഴികാട്ടിയായും പ്രോത്സാഹനം നൽകിയും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ആ ഹൃദയബന്ധമാണ് യഥാർത്ഥത്തിൽ സമ്പത്ത്. അടുത്തതായി നമ്മുടെ സുഹൃത്തുക്കൾ. നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ സ്കൂൾ ജീവിതത്തിന്റെ നിറങ്ങളാണ്. സുഹൃത്തുക്കളാണ് നമ്മെ കൂട്ടായ്മയുടെ മൂല്യം പഠിപ്പിക്കുന്നത്. പങ്കുവയ്ക്കാനും സഹായിക്കാനും പ്രചോദനം നൽകുന്നതിനും നമുക്കൊപ്പം നിന്ന് സന്തോഷത്തിലും ദുഃഖത്തിലും പങ്കിടുന്ന ഈ ബന്ധങ്ങളാണ് നമ്മുടെ സമ്പത്ത്. നമുക്കൊപ്പം സ്നേഹത്തോടെ, കരുതലോടെ, വിശ്വസനീയമായി നിലകൊള്ളുന്നവരാണ് നമ്മുടെ യഥാർത്ഥ സമ്പത്ത്. ഇപ്പോൾ ആ സ്നേഹം, സൗഹൃദം, ബന്ധങ്ങളിലൂടെ മാധുര്യം നമുക്ക് ലഭ്യമാകുന്നു. ഒരു മനോഹര നൃത്ത പ്രകടനത്തിനോടൊപ്പം നമുക്കെല്ലാം ആ അനുഭവങ്ങൾ അനുഭവിക്കാം.
ആരാരോ ആട്ടുതൊട്ടിൽ കൂട്ടിനുള്ളിൽ കൺമണിയേ ചിപ്പിയുള്ളിൽ മുത്തുപോലെൻ പൊന്മകളേ എന്നുമെന്നും കിന്നരിക്കാം ഓമനിക്കാം ചക്കരപ്പൻ നെറ്റിയിലോ പൊട്ടുതൊടാം നീ പകരും പുഞ്ചിരികൾ കണ്ടു നിന്നാൽ നൂറഴക് നീ പിടഞ്ഞാൽ എന്നുയിരിൽ പുരിരുള് വിങ്ങും നെഞ്ചുടുക്കിൽ തിരയാ താളമില്ല നിന്നെ ചായുറക്കാൻ മതിയാം രാഗമില്ല ഞാനാം പൂമരത്തിൽ വളരും കുഞ്ഞുമൊട്ടെ മെല്ലെ പൂവിടുന്നേ വസന്തം കാത്തിരിപ്പൂ പോകും പാഴ്മുളം കാറ്റിൽ ആലില വീഴും കാവിൽ പോയി വരികേണം താമരത്തുമ്പിൽ തൂവും തേനിളനീരും വേണ്ടിടുവോളം കണ്ണേ നീ നുകരേണം എത്താത്ത കൊമ്പിൻ കിളിനാദം കേട്ടു പാടേണം മോഹങ്ങളെല്ലാം കൊതി തീരും മുൻപ് നേടേണം ഇനി കണ്ണീരൊന്നും വേണ്ട മനം പൊള്ളും നോവും വേണ്ട അരികത്തായെന്നും കാവൽ നിൽക്കാൻ ഞാനില്ലേ വിങ്ങും നെഞ്ചുടുക്കിൽ തിരയാ താളമില്ല നിന്നെ ചായുറക്കാൻ മതിയാം രാഗമില്ല ഞാനാം പൂമരത്തിൽ വളരും കുഞ്ഞുമൊട്ടെ മെല്ലെ പൂവിടുന്നേ വസന്തം കാത്തിരിപ്പൂ മാതാപിതാക്കളുടെ സഹോദരങ്ങളുടെ അധ്യാപകരുടെ സുഹൃത്തുക്കളുടെ അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സ്നേഹമാണ് നമ്മുടെ യഥാർത്ഥ സമ്പത്ത് അവരെ കരുതുമ്പോൾ അവരെ ബഹുമാനിക്കുമ്പോൾ നമ്മുടെ ജീവിതം സന്തോഷപൂർണ്ണവും സമ്പന്നവുമാകുന്നു സ്നേഹത്തെ പങ്കുവയ്ക്കൂ ബന്ധങ്ങളെ സംരക്ഷിക്കൂ അതാണ് ഏറ്റവും വലിയ സമ്പത്ത് ലോക സമസ്ത സുഖിനോ ഭവന്തു നന്ദി ഇന്നത്തെ ദിവസത്തെയും ഈ വിഷയത്തെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി പ്രവീണ ടീച്ചറെ ക്ഷണിക്കുന്നു. Sisters, teaching and non-teaching staff, and my dear students, I truly feel honored to stand before you today to speak on a heart-touching topic, precious people who stand by us. The ones who stand by you when no one else does are the true pillars of our life. The first comes here is a parent. First of all, the root of our strength are our parents. Even when the world seems against us, our parents' faith never wavers. Their love is the first form of strength we receive. It is selfless, pure, and truly unconditional. The next comes our siblings. Whether elder or younger, siblings are always a good teacher, can inspire hope, ignite imagination, and instill love of learning. Teachers are light of wisdom. They are the guiding stars who illuminate our path. They not only teach you lessons from textbook, but lessons of life too. A teacher's influence lasts far beyond the classroom. They shape your character, build confidence,
Friends are the family we choose. They bring us joy, laughter, and support to our everyday lives. They are the ones who understand our unspoken words and stand beside us when life feels heavy. A true friend doesn't leave when things get difficult. They stay, comfort, and uplift us. Friendship teaches us loyalty and empathy. A friend is someone who knows the song in your heart and can sing it back to you when you have forgotten the lyrics. Let me conclude by congratulating Class 6B and their class teacher, Ma'am Rajika, for the awesome topic with beautiful presentation. Let us give them a loud applause. Thank you all. Have a great day. Take care and all the best for your unit test. A pleasant morning to one and all. Our students participated in various competitions outside our school and bagged laurels. It's a moment of celebration and appreciation. I cordially invite our esteemed Principal Father Joby to present the prizes and appreciate them. Thomas of Class 9C and Melvina Joseph of Class 8B secured first position in Senior Group Song in OSSAE competition held on 11th October at Koratil. Rishika S. of Class 4 participated in ASIC cultural competition and secured Grade C in folk dance. Thank you, Father. Congratulations, students. Let's give them a big round of applause once again. It was a good topic. Interesting to reflect upon that the best ones and the best times are the ones we love are around us. As I was listening and reflecting on this topic today, I was just wondering on the way the world is moving, the way our minds are changing, the way our focus also is shifting. So we have now which generation is going on? What of which generation you people belong to? ABC and CEO, Gen Z, Gen Alpha, Gen Beta. What is the meaning of all this? Now, who is actually defining what you are, who you are? You belong to what, or you are defined by what? Who decides? There are some crazy historians, maybe racial people, maybe discriminating people who wrote the history of the world of different countries. There are also different companies, capitalists, millionaires who decide how the world should move to their tunes. But remember, you, your surroundings, your family, your friends, your loved ones, your near and dear ones, your nature, your environment matters to you at the same time. And in your larger society that you can see and extend your hands on, that should matter to you. And therefore, we don't try to imitate and work hard to become the so-called, we are supposed to be Gen C or Gen E and Alpha, Beta, no. But some of them. And there may, we have family, or we may have family, we may not have family, and after that, we make plenty of money, enjoy our lives. Well, some do not want to even have a prodigy. They want to just live their life and then at the end go to some old age homes, live a life, end their life there, complete their life there. So, the world, the way it moves, the thoughts, the perspectives keep changing and you can be influenced by that. But remember, you make your future. You make your thoughts. You discern what is good for you. You decide what is right for you. So therefore, you are the master of your maker, your future. Nobody else decides who you are, what you are. And now, you are students of SFS. Okay? So remember that and stay strong and grow strong. ടീച്ചറുടെയും ഫാദർ ജോബിയുടെയും വിലയേറിയ വാക്കുകൾക്ക് നന്ദി. നമ്മുടെ മാതൃരാജ്യമായ ഭാരതത്തോടുള്ള ആദരവും സ്നേഹവും ബഹുമാനവും പ്രകടിപ്പിക്കുന്ന പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നതിനായി ആദ്യമേ ക്ഷണിക്കുന്നു. തുടർന്ന് ദേശീയഗാനം ആലപിക്കുന്നതിനായി സ്കൂൾ ഗായക സംഘത്തെയും ക്ഷണിക്കുന്നു. ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി
മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും. ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും ജനങ്ങളുടെ ഐശ്വര്യത്തിനും